ഒന്ന് വേഗം നടക്ക് ദേവുട്ടി. വന്നു എൻ്റെ രേവു. നീ ഇങ്ങനെ ചക്രം കാലിൽ കെട്ടിയ പോലെ ഓടാതെ. ദേ പെണ്ണെ, ഇങ്ങനെ നടന്ന ബസ് അതിൻ്റെ പാട്ടിന് പോകും. ഓ ആയിക്കോട്ടെ. ഇതാണ് ദേവനന്ദയും അവളുടെ കൂട്ടുകാരി രേവതിയും. രണ്ടാളും ദേവമംഗലം ടെക്സ്റ്റൈൽസിലാണ് ജോലി ചെയ്യുന്നത്. നന്ദയുടെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തിയും പിന്നെ അനിയനുമാണുള്ളത്. അച്ഛന് നടക്കാൻ കഴിയില്ല. ഒരു ആക്സിഡന്റിൽ പറ്റിയതാണ്. വീൽ ചെയറിലാണ്. അനിയത്തി വേദ ഡിഗ്രിക്ക് പഠിക്കുന്നു. അനിയൻ നിവേദ് എന്ന് നിച്ചു 9ലാണ്. ആ കുടുംബത്തിന്റെ ഏക വരുമാനം നന്ദയാണ്. രേവതിക്ക് അമ്മ മാത്രമാണുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിച്ചു സ്കൂളിൽ തലകറങ്ങി വീഴുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഹൃദയവാൽവിന് എന്തോ പ്രശ്നമാണെന്നും ഒരു സർജറി നടത്തിയാൽ അത് ശരിയാകുമെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. 10 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ആ സർജറി നടത്താൻ അവർക്ക് സാധിക്കില്ലായിരുന്നു. എത്രയും വേഗം അത് ചെയ്യണമെന്ന് നിർദ്ദേശം ലഭിച്ചെങ്കിലും നിസ്സഹായതയോടെ നിൽക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ. നിച്ചു ഇപ്പോൾ സ്കൂളിൽ പോകുന്നില്ല. നന്ദ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കും. എക്സാം എഴുതാൻ ചെന്നാൽ മതി എന്ന് സ്കൂളിൽ നിന്നും പറഞ്ഞതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്. നന്ദയെ ഇന്ന് ഏറെ തളർത്തുന്നതും അതാണ്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകുമെന്നുറച്ച് ദൈവം കൈവിടില്ല എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് അവൾ. ദേവുട്ടി, നീ എന്താ സ്വപ്നലോകത്താണോ? ദേവു രേവുവിനെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോഴേക്കും അവർ നടന്ന് ദേവമംഗലം തറവാടിന്റെ ഗേറ്റിനടുത്തെത്തി. ആ നാട്ടിലെ പ്രമാണിമാരാണ് ദേവമംഗലത്തുകാർ. ദേവു ജോലി ചെയ്യുന്നതും ഇവരുടെ തന്നെ ടെക്സ്റ്റൈൽസിലാണ്. പെട്ടെന്നാണ് അവിടെ നിന്നും ഒരു അലർച്ച കേട്ടത്. എന്തൊക്കെയോ തല്ലി പൊട്ടിക്കുന്ന ശബ്ദവും. ദേവുവും ഒന്ന് പേടിച്ചു. ദൈവമേ, ഇന്ന് ജിത്തു തമ്പുരാന് കൂടുതലാണല്ലോ, രേവതി പറഞ്ഞു. ദേവു ഒന്ന് നോക്കി. അവളുടെ മനസ്സിൽ ഉത്സവത്തിന് ആനപ്പുറത്തേക്ക് തിടമ്പ് കൊടുക്കുന്ന ഒരു രൂപം ഓർമ്മ വന്നു. നീളൻ മുടിയും കട്ടത്താടിയും ഉറച്ച ശരീരവും. ശരിക്കും ഒരു തമ്പുരാൻ തന്നെയായിരുന്നു. ഈ നാടിന്റെ കൊച്ചു തമ്പുരാൻ. അല്ല ദേവു, ശരിക്കും ഈ തമ്പുരാൻ എന്തു പറ്റിയതാണാവോ? ബാംഗ്ലൂരിൽ വെച്ച് ഒരു ആക്സിഡന്റ് നടന്നു. കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരി മരിച്ചു. അന്ന് ആ വണ്ടി ഓടിച്ചിരുന്ന തമ്പുരാനെ ആ ഷോക്കിൽ ഭ്രാന്തായി എന്നൊക്കെയല്ലേ ആൾക്കാർ പറയുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ അതാണ് സത്യമെന്ന്? എനിക്ക് തോന്നിയിട്ട് എന്തിനാ രേവു? ഞാൻ അങ്ങേരെ കെട്ടാൻ പോണൊന്നുമില്ലല്ലോ. ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ. അതിന് നിന്നെ കെട്ടാൻ നിന്റെ മനുവേട്ടൻ സമ്മതിക്കൂ? ദേവുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. തന്റെ അച്ഛൻ പെങ്ങളുടെ മകൻ മാനവ് ദേവമംഗലത്തെ തന്നെ ഹാർഡ്വെയേഴ്സിൽ അക്കൗണ്ടന്റാണ്. അപ്പച്ചിയും മനുവേട്ടനും മാത്രമേ ഉള്ളൂ. അമ്മാവൻ കുറെ മുൻപ് മരണപ്പെട്ടു. ദേവുവിന്റെ ഏതു പ്രയാസത്തിലും കൂട്ടുനിൽക്കുന്നവൻ. ഇവരുടെ വിവാഹം വീട്ടുകാർ പണ്ടേ തീരുമാനിച്ചതാണ്. 9 മണിയോടുകൂടി ദേവുവും കടയിലെത്തി. നല്ല തിരക്കുണ്ടാവും. ഇനി വൈകിട്ട് പോരുമ്പോഴേ ശരിക്കും ഒന്ന് കാണാൻ കിട്ടും. ഈ സമയം ദേവമംഗലം. ദേവേട്ടാ, നമ്മുടെ മോൻ. നളിനി കരയുകയാണ്. ഇന്ദ്രന്റെ അച്ഛനാണ് ദേവപ്രതാപ്. ദേവന്റെ അമ്മ സുഭദ്രയും കൂടിയാണ് ദേവമംഗലത്ത് ഇപ്പോഴുള്ളത്. എൻ്റെ കുട്ടിയെ ഇങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല ദേവേട്ടാ. കഴിഞ്ഞ തവണ തിരുമേനി എന്താ പറഞ്ഞത്? അവനോടൊപ്പം ഒരാൾ വേണമെന്ന്. അവൻ്റെ ഭ്രാന്തമായ ചിന്തകളെ മാറ്റി കൊണ്ടുവരാൻ ഒരാൾ, ഒരു പെൺകുട്ടി. തിരുമേനി പറഞ്ഞത് ആ കുട്ടി അവൻ്റെ ഭാര്യ ആയിരിക്കണമെന്നാ. ഏതെങ്കിലും ഒരു പെൺകുട്ടി നമ്മുടെ മോനെ വിവാഹം കഴിക്കാൻ തയ്യാറാവോ? ഇല്ല. ഇനി എന്താ ചെയ്യാ? ദേവൻ ഒന്ന് ആലോചിച്ചു. എന്തെങ്കിലും വഴി ഉണ്ടാകാതെ ഇരിക്കില്ല നളിനി. ഞാൻ ഇറങ്ങാം. ദേവു വൈകിട്ട് വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് വിശ്രമിക്കുമ്പോഴാണ് മനുവും അമ്മ ലളിതയും അങ്ങോട്ട് വന്നത്. മനു ദേവുവിൻ്റെ അടുത്തിരുന്നു. അവരുടെ പരാതിയും പരിഭവങ്ങളും എല്ലാം അവർ പറഞ്ഞു തീർക്കുന്നത് അപ്പോഴാണ്. മതി മതി ചേച്ചി, വേദുവാണ്. ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് രണ്ടാളെ. ഇനി ഭക്ഷണം വേണ്ടയാവോ? ഒന്ന് പോടി. ദേവു ഉള്ളിലേക്ക് ഓടി. കൂടെ മനുവും. വിഷമങ്ങൾക്കിടയിലും തങ്ങളുടെ ചെറിയ നിമിഷങ്ങളിൽ അവർ എന്നും സന്തുഷ്ടരായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പിടിച്ച് വന്നതാണ് ദേവു. ഐസിയുവിന് മുന്നിൽ അമ്മയും അമ്മായിയും നിൽക്കുന്നുണ്ട്. അമ്മ കരയുന്നുണ്ട്. അമ്മേ, എന്താ പറ്റിയേ? അവൾ ചോദിച്ചു. നിച്ചു ഒന്ന് തലകറങ്ങി വീണു മോളെ. ഇനി എന്താ നമ്മൾ ചെയ്യുക? അവൾ ആകെ തകർന്നു. ഈശ്വര, എൻ്റെ കുട്ടി. അപ്പോഴാണ് ദേവൻ അങ്ങോട്ട് വന്നത്. വലിയ തമ്പുരാനാ അവനെ ഇവിടെ എത്തിച്ചത്, അമ്മായി പറഞ്ഞു. അവൾ നന്ദിയോടെ അയാളെ നോക്കി. ഞാൻ ഇറങ്ങട്ടെ? ഓഫീസിൽ പോകുന്ന വഴിയായിരുന്നു. പെട്ടെന്ന് നിങ്ങളെ റോഡിൽ കണ്ടപ്പോൾ വിട്ടിട്ട് പോരാൻ തോന്നിയില്ല. അവൾ അയാളോട് നന്ദി പറഞ്ഞു. ദേവൻ തിരിച്ചുപോയി. പോകുമ്പോഴെല്ലാം ദേവുവായിരുന്നു അയാളുടെ മനസ്സിൽ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തു വന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എത്രയും വേഗം ഓപ്പറേഷൻ നടത്തണം, ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ ആപത്താണ്, അയാൾ പറഞ്ഞു. ഇന്നെന്തായാലും ഇവിടെ കിടക്കട്ടെ. നിങ്ങൾ കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കൂ. ഡോക്ടർ അതും പറഞ്ഞ് അകത്തേക്ക് നടന്നു. ദേവു ആകെ തകർന്നു. ഇനി എന്തു ചെയ്യും? രാത്രി അമ്മയെയും അമ്മായിയെയും അവൾ വീട്ടിലേക്ക് അയച്ചു. മനുവാണ് അവൾക്ക് കൂട്ടിയിരുന്നത്. രാവിലെ വേദുവും അമ്മയും തിരിച്ചെത്തി. മനു വീട്ടിലേക്കും പോയി. ആ സമയത്താണ് ഡോക്ടർ അങ്ങോട്ട് വന്നത്. എന്തായി ദേവനന്ദ? അവൾ നിസ്സഹായയായി അയാളെ നോക്കി. എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട്. പിന്നെ തന്നെ എം ഡി ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ ഒന്ന് സംശയിച്ചു. എം ഡിയുടെ റൂമിലേക്ക് ചെന്നു. അവിടെ ഇരിക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടി. ദേവപ്രതാപ്. കുട്ടിയിരിക്കൂ, അയാൾ പറഞ്ഞു. അവൾ നിസ്സഹായതയോടെ അവിടെ ഇരുന്നു. ഞാൻ നന്ദയെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാണ്. തൻ്റെ അനിയൻ്റെ കാര്യം ഡോക്ടർ എന്നോട് സംസാരിച്ചിരുന്നു. അല്പം സീരിയസ് ആണ്.
അവൾ നിറകണ്ണുകളോടെ അയാളെ നോക്കി. കുട്ടി, ഞാൻ പറയുന്നത് താൻ ശ്രദ്ധിച്ച് കേൾക്കണം. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. തൻ്റെ അനിയൻ്റെ ഓപ്പറേഷൻ ഇന്ന് തന്നെ നടക്കും. അതിനുള്ള മുഴുവൻ ചിലവും ഞാൻ എടുക്കാം. അവൾ ഞെട്ടി അയാളെ നോക്കി. അതുമാത്രമല്ല, തൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇനി മുതൽ ഞാൻ നോക്കിക്കോളാം. അവൾ ഒന്നും മനസ്സിലാവാതെ അയാളെ തന്നെ നോക്കി നിന്നു. പകരം പകരം എനിക്ക് വേണ്ടത് മോളുടെ ജീവിതമാണ്. അവൾ തറഞ്ഞു നിന്നു. എൻ്റെ മകൻ്റെ ഭാര്യയായി വരാൻ സാധിക്കുമോ ദേവമംഗലത്തേക്ക്? അവൾ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. സാർ, അവൾ ഉറക്കെ വിളിച്ചു. ചോദിക്കുന്നത് തെറ്റാണെന്നറിയാം, പക്ഷേ ഒരച്ഛൻ്റെ സ്വാർത്ഥതയല്ല, അപേക്ഷയാണ്. അവൾ ഒരു പ്രതിമ കണക്കെ അവിടെ നിന്നു. കുട്ടി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഒരിക്കലും ഞാൻ തന്നെ നിർബന്ധിക്കില്ല. അവൾ പതിയെ ആ മുറി വിട്ട് പുറത്തിറങ്ങി. ഐസിയുവിന് മുന്നിൽ തന്നെ കാത്തിരിക്കുന്ന മുഖങ്ങൾ അവളുടെ മനസ്സിൽ ഓടിയെത്തി. കൂടെ തന്നെ ചേർത്ത് പിടിക്കുന്ന മനുവേട്ടൻ്റെ മുഖവും. പെട്ടെന്നാണ് അവളുടെ കാതിലേക്ക് ഒരലർച്ച കേട്ടത്. ആരോ വിളിക്കുന്ന പോലെ, ഭ്രാന്തൻ്റെ പെണ്ണെ. തുടരും. ഈ കഥയുടെ അവസാന ഭാഗം നാളെ. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.